ഹലോ, വെൽക്കം ടു SK Vlogs 2020. ഇന്ന് ഞങ്ങള് ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഇപ്പോൾ റോട്ടറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോട്ടറോയിലാണ് ഇതുള്ളത്, ജിയോ തെർമൽ പാർക്ക്. അതിന്റെ പേര് പറഞ്ഞാല് അപ്പൊ ഇത് ഇവിടുത്തെ മാവൂരി വേർഡ്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോ ഒരു പ്രൊനൗൺസിയേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോ നമ്മൾക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അവിടെ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടു, ഇങ്ങനെ തിളയ്ക്കുന്നതും നമുക്കിങ്ങനെ പുക വരുന്നതും അങ്ങനെയൊക്കെ കാണുന്നത്. ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് ഉള്ള സ്ഥലമാണ്. പിന്നെ അവിടെ സൾഫറിന്റെ സ്മെല്ല് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. ഞങ്ങൾ ഒരു 2.5 മണിക്കൂറത്തെ യാത്രയിന് ശേഷം ഞങ്ങളിവിടെ ഗൗരവ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എത്തിയപ്പോൾ തന്നെ കാണാം, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് എൻട്രി ചെയ്ത സൈഡിലെ എൻട്രി കൂടെയാണ് എൻട്രി ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ പുക വരുന്നതും ഒക്കെ ആയിട്ട് കാണാം. ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെയുള്ള സ്തൂപങ്ങളൊക്കെ കാണാം. ഫുള്ള് എല്ലായിടത്തും നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു ചീഞ്ഞ മുട്ടയുടെ പോലത്തെ ഒരു സ്മെല്ല്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിതൊക്കെ കാണാനുള്ളൊരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. പക്ഷെ ഒത്തിരി ഇത് ശ്വസിക്കുന്നത് നല്ലതല്ല എന്ന് പറയണു. പക്ഷെ നമ്മളെപ്പോഴും ഒന്നും വന്ന് കാണില്ലല്ലോ, വല്ലപ്പോഴൊക്കെ വന്ന് കാണുമ്പോൾ രസമാണ്. കുഴപ്പമില്ല, അത് നമുക്ക് ആ സ്മെല്ലിന്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളവിടെ കണ്ട ഒരു ഓപ്പണിങ്സ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. നമ്മളവിടെ പുക തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, അവർ ചില ഭാഗത്തു നിന്ന് തിളയ്ക്കുന്നുണ്ട്. ആ തിളയ്ക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ ആവി പോലെ നമ്മൾ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വഴി തന്നെ ചെറിയൊരു ഓപ്പണിങ്സ്, അവിടെ വെള്ളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അവിടെ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടുള്ള ആവി വരുന്നുണ്ടായിരുന്നു, കൈ പൊള്ളുന്നുണ്ടായിരുന്നു അത്യാവശ്യം. ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒക്കെ ഒരു ഈ ഫോട്ടോ പോലെ അല്ലെങ്കിൽ വീഡിയോ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിക്കാം, കുറച്ചും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടും. നമുക്കത് അതിനുള്ള സമയം കിട്ടിയില്ല, ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ചനേരമായി. അപ്പോൾ ചൂട് കാരണം നമുക്ക് ഈവൻ പുകയുടെ ഇതും ആവിയൊന്നും നമുക്ക് കൃത്യമായിട്ട് കാണുന്നില്ല. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പല സ്ഥലത്തും ഇങ്ങനെയുള്ള ഓപ്പണിങ്സും പിന്നെ ഇങ്ങനെ ആവി വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ശരിക്കും കൈപിടിച്ച് തന്നെ നമ്മൾ കൊണ്ടുപോകണം. തന്നെയാണ് ഇതൊക്കെ ഒരു കൈയൊക്കെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല ചൂടുണ്ട് ആവിയിലൊക്കെ. ഇവിടെ തന്നെ കണ്ടില്ലേ, അവിടെ ഒരു കുളം പോലെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ കുമിളകൾ വരുന്നു. അപ്പോൾ അവിടെ ഈ ചൂടിന്റെ ഒരു ഇത് പോകുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോ ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർക്കാണ്. കുറച്ചുകൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ആവി കണ്ടു. ഒന്ന് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചെളി വെള്ളം പോലെ ഇങ്ങനെ അത് തിളച്ചോണ്ടിരിക്കുക. അത്യാവശ്യം ചൂട് ആ പരിസരത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ ആവിയും ഇപ്പോൾ ചില ഭാഗങ്ങൾക്ക് തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ചില ഭാഗത്ത് കലങ്ങിയ പോലത്തെ ഒരു ചെളി പോലത്തെ ഒരു കുളമാണ്, പോണ്ട് പോലെ ഉള്ളത്. നമ്മളങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു വെള്ളം നിറഞ്ഞിട്ടുള്ള സ്ഥലം കണ്ടു. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കാണുന്നത്. പക്ഷെ അതിലും ഇങ്ങനെ ആവി പറക്കുന്ന പോലെ കാണാം. പിന്നെ ഒരു ബ്രിഡ്ജ് പോലെ കാണാം, നല്ല ഭംഗിയാണ് വ്യൂ കാണാനായിട്ട്. പിന്നെ ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ പുക നമുക്ക്. ഇവിടെ കണ്ടില്ല, തെളിഞ്ഞ വെള്ളമാണ്. രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിൽ നോക്കി ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്ന പോലെ കാണുന്നത്. പോകുന്ന വഴി നമുക്ക് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും കാണാം ഇങ്ങനെ ആവി ഇങ്ങനെ പറക്കുന്നതും ആവി ഇങ്ങനെ വരുന്നത് അതുപോലെ ആ സ്മെല്ലിന്റെ എവിടെ നമുക്ക് ഇത് കൂടുതലുള്ള അവിടെ കൂടുതലും കൂടെ കുറച്ചുകൂടെ നമുക്കൊരു ആ സൾഫറിന്റെ സ്മെൽ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് കാണുന്നില്ലാത്ത പോലത്തെ മൂടൽ മഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഇല്ലേ, അതുപോലെയാണ് പുക ഇങ്ങനെ അടിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്ത പോലെ തോന്നും. ഇവിടുത്തെ പുക കണ്ടില്ലേ, ഭയങ്കര പുകയാണ് സൾഫറിന്റെ. കണ്ടില്ലേ, ഡേഞ്ചർ തെർമൽ ഏരിയ. പുക കണ്ടോ, കാണാനിട്ട് വരില്ല നമ്മളേതാണ്ട് കണ്ടോ.
ഒന്നും കാണാൻ പറ്റില്ല നമുക്ക്. Loving it. Wait, അവിടെ എന്ത് എഴുതിയിട്ടുണ്ടെന്ന്? I love this place. Stop this. I want to go over there. Oh my God. That is ഇതൊരു സീനിക് വ്യൂ പോയിന്റ് ആണ്, ഒരു വുഡൻ പ്ലാറ്റ്ഫോം. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഭംഗി ആസ്വദിക്കാം, അതേപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. ക്ലിയർ വെള്ളം. Daddy, we are going to dip our legs in the pool. We are going to dip our legs in the pool. Did you lift up your jeans? No, I want to. Oh, it's a shy thing. Ah. Come, mommy, come join in. Come join in. ഫുഡ് സ്പാ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ നല്ലൊരു ഗാർഡൻ കാണുന്നുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇനി തോന്നുന്നു ഇനി കൂടുതലൊന്നും കാണാനില്ല, ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ജിയോ തെർമൽ മഡ് പൂളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങൾ ന്യൂസിലാൻഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.